ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതികൂലത്തിൽ മനസ്സ് തളരരുത്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 6-ാം തിരുലിഖിതം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിനി. ഞാൻ പള്ളിത്തൊട്ടിൽ നിന്ന് വരുന്നു. 1.5 വർഷമായി എൻ്റെ കൈയുടെ 10 വിരലിലും പഴുത്ത് ചോര വരുമായിരുന്നു. പരീക്ഷ എഴുതുമ്പോഴെല്ലാം പരീക്ഷ പേപ്പറിൽ ചോരയും പഴുപ്പും വീണിട്ട് ഞാൻ പരീക്ഷ എഴുതാതെ പോന്നിട്ടുണ്ട്. ഇവിടെ വന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1.5 വർഷത്തെ എൻ്റെ അസുഖം മാറിക്കിട്ടി. ഒരു പാട് പോലും ഇല്ലാണ്ട് ഇപ്പം മാറിക്കിട്ടിയിരിക്കുന്നു. ഒരു പാട് പോലും ഇല്ലാതെ കൈ അങ്ങോട്ട് ഉണങ്ങില്ല. ഇത് എത്ര വർഷമായിട്ടുണ്ടായിരുന്നത്? 1.5 വർഷമായിട്ട്. 1.5 വർഷമായി 2 കൈകളുടെയും 10 വിരലുകൾ പഴുപ്പും ചോരയും വന്ന് കുറേ നേരം ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാൽ പിന്നെ വേറെ കൈ കൊണ്ട് വലിച്ചു പൊളിച്ചെടുക്കണം. അതേമാതിരി ചോരയും ചലവും എല്ലാം കൂടെ കൂടി ഒട്ടിപ്പിടിക്കും. ഇതായിരുന്നു 1.5 വർഷമായിട്ട് ഈ കുട്ടിയുടെ സ്ഥിതി. പരീക്ഷകളൊക്കെ എഴുതാൻ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ പേപ്പറിലേക്ക് ഇങ്ങോട്ട് പോയാൽ ഈ കയ്യിൽ നിന്ന് ചോരയും പഴുപ്പെല്ലാം കൂടെ കൂടി ആ പരീക്ഷ പേപ്പറിൽ നിന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ കൂടി പെരട്ടി ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇതായിരുന്നു പരീക്ഷ പേപ്പറിൻ്റെ സ്ഥിതി. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞു കൊടുത്ത്, വീട്ടിൽ നിന്നും പറഞ്ഞു, ദേ കൺവെൻഷന് പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ കൺവെൻഷന് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ കൂട്ടുകാരി ഒരു നല്ല കൂട്ടുകാരി കേട്ടോ. ദേ വിശ്വാസത്തിൽ ഒരു പ്രയാസം വന്നപ്പോൾ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ 2 പേര് കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാവശ്യം വരുമ്പോൾ പള്ളിയിൽ പോയി കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ 2 പേരുണ്ടെങ്കിൽ അതാണ് നല്ല കൂട്ടുകാരും. ഞാൻ നോക്കി അനേകം ചെറുപ്പക്കാരുടെ കൂടെ 5-6 പേര് ടീമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് മക്കളെ. നിങ്ങൾക്കൊരാവശ്യം വരും, നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ 2 പേര് 5-6 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഒന്ന് ഉറക്കെ പറഞ്ഞ് നിങ്ങൾ പള്ളിയിലൊക്കെ വരികയാണെങ്കിൽ അനാഥങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരിക, ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. ആ കൂട്ടുകാരി ഇവളിങ്ങോട്ട് കൂടി അങ്ങോട്ട് കഴിഞ്ഞ വർഷമല്ലേ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിച്ചേ. ദേ ഈ കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം. 10 വിരൽ, ഒരു പാട് പോലും ഇല്ലാതെ. ആ വിരലുകൾ ഇങ്ങനെ ഒന്ന് കാണിക്കാവോ? ദേ നോക്കിയേ, ഒരു പാടോ എന്തെങ്കിലും ആ കൈ വിരലുണ്ടോ എന്ന് നോക്കിയേ. 10 വിരലുകളും പഴുപ്പും ചലവും നിറഞ്ഞിരുന്നതാണ്. അത് മാറി. ഈശോ അത്ഭുതം ചെയ്ത് കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇടപെടും. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക. ഈ അട്ടപ്പാടി ടീമിനോട് ചേർന്ന്, സെഹിയോൻ ടീമിനോട് ചേർന്ന് നന്നായിട്ട് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥനകൾ പറയുമ്പോൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം, കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കണം, പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടണം. അങ്ങനെ ഒരു നല്ല ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അതേ അരൂപിയിൽ മക്കളെ എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കണമേ. എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കണമേ. യേശുവേ, യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കണ്ണുനീര് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ, പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ, ഉണർവ് നൽകണമേ. ഉണർവ് നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ നൽകണമേ, ഉണർവ് നൽകണമേ, തീയായി വരണമേ, ശക്തിയായി വരണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. കരങ്ങളടിച്ച് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് എല്ലാ മക്കളും ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ആദിമസഭയിൽ അവിടുന്ന് അത്ഭുതമായി നിറഞ്ഞു. സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കത്തിജ്വലിച്ചു. വലിയ അത്ഭുതങ്ങൾ, വലിയ ശക്തിയുടെ ഇടപെടലുകൾ, ദൈവിക അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ സംഭവിച്ചു. ആരാധിക്കുന്നു. പോലെ അഭിഷേക കാറ്റ വീശണമേ, ആദിമസഭയിൽ നിറഞ്ഞ പോലെ പരിശുദ്ധാത്മാവേ കാറ്റ വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. സഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ മുഴുവൻ കത്തിപ്പടരട്ടെ. ഇടവക മുഴുവൻ കത്തിപ്പടരട്ടെ. ഈ സമൂഹം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗുണമകളിലേക്ക് നിറയണമേ. ബാലന്മാരെ സ്പർശിക്കണമേ, യുവതി യുവാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ, രോഗികളെ സ്പർശിക്കണമേ, തളർന്ന മക്കളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥന തടസ്സങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, അഭിഷേകം നിറയട്ടെ. പിശാചിന്റെ പീഡകൾ വിട്ടുമാറി പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഈ പ്രിയപ്പെട്ട ഓരോ മക്കളിലേക്ക് നിറയണമേ. വചനം കേട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയ ഹൃദയങ്ങളെ സ്പർശിച്ച് ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. എപ്പോഴും ദുർചിന്തകൾ, ദുഷിച്ച ഭാവന, ജഡിക പാപത്തിൻ്റെ ആധിപത്യം, മദ്യപാനാസക്തി, കഞ്ചാവടിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, മയക്കുമരുന്ന് അടിമത്തം, ഇതിൽ തകർന്ന ആത്മാക്കളെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ സ്പർശിക്കണമേ, വിടുവിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ക്ഷീണം തോന്നുന്നവര്, ഒന്നും മനസ്സിലാകാത്തവര് പരിശുദ്ധാത്മാവേ ഇപ്പോൾ സ്പർശിച്ച് ഹൃദയത്തുറവി നൽകണമേ. ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ. ഇത് കേൾക്കുന്ന ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും നിത്യജീവന്റെ ദൂത് നൽകി വീണ്ടും ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് നമുക്ക് വചനം കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികൂലങ്ങളിൽ തളരരുത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയാഭിലാഷമാണ്, ജീവിതമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നു എന്ന് വരികയില്ല.
അപ്പോൾ കൂടുതൽ കഴിവുള്ളവർക്ക്, കൂടുതൽ അഹങ്കാരമുള്ളവർക്ക്, കൂടുതൽ അഹന്തയുള്ളവർക്ക്, കൂടുതൽ ഈഗോയുള്ളവർക്ക്, കൂടുതൽ മികവുള്ളവർക്ക്, ജീവിതത്തിൽ തോൽവി അറിയാത്തവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില ഇറിറ്റേഷൻ തോന്നും, ഈർഷ്യ തോന്നും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, ഞാൻ നോക്കിയിട്ട് നടന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര അധ്വാനിച്ച് നടക്കാത്തത്, ബാക്കിയുള്ളവരൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് വഴിവിട്ട ചിന്തകൾ പീഡിപ്പിക്കാൻ തുടങ്ങും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടനെ അവർ പറയും, എന്താണ് ഈ ലോകത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഈ ജീവിതത്തിന് അർത്ഥം എന്താണ്? ഇവിടെ അധ്വാനിക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല. ഇവിടെ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? കുറേ കാലം ഞാൻ പ്രാർത്ഥിച്ചല്ലേ, കേൾക്കുന്നുണ്ടോ? ഞാൻ അധ്വാനിച്ചത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളൂ, ഞാൻ റാങ്കോടെ പാസ്സായതിൽ എനിക്ക് ജോലിയില്ലല്ലോ, റാങ്കും ഇല്ല, ഒന്നുമില്ലാത്തവർക്കൊക്കെ ജോലി. അല്ലെങ്കിൽ ഞാൻ നല്ല സ്വഭാവത്തിൽ ജീവിച്ചു, കല്യാണം കഴിച്ചു, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല, എനിക്ക് മക്കളില്ല, ഒരു തോന്നിയാസികളും തെമ്മാടികളും ഇഷ്ടം പോലെ മക്കള്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല. ഇങ്ങനെയുള്ള വഴിവിട്ട ചിന്തകൾ പീഡിപ്പിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത്? ദൈവവചനം പറയുന്നത് എങ്ങനെയാണ്? നീ ആപത്തിൽ അടിപതറരുത്. നിന്റെ മനസ്സ് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ദൈവത്തെ വിട്ടകന്ന് ചിന്തിക്കരുത്. എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്ന് ചിന്തിക്കണം. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ ദൈവത്തോട് ഐക്യത്തിലിരുന്ന് അഭിമുഖീകരിക്കണം. ഇതല്ലേ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം നമുക്ക് നേരിട്ട് പറയാം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി നമ്മളോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് നിർദ്ദേശം? അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുലിഖിതം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സഹോദരന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ആ സഹോദരന്റെ പ്രത്യേകത എങ്ങനെയാണ്? ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു, നല്ല റിസൾട്ട്, നല്ല സർട്ടിഫിക്കറ്റ്, നല്ല കഴിവ്, നല്ല ആരോഗ്യം. പക്ഷെ എന്തില്ല, ഒരു കാര്യത്തിന് പോയാലും അദ്ദേഹത്തിന് മാത്രം ജോലി കിട്ടുന്നില്ല. ബാക്കി അദ്ദേഹം തൊട്ട് മുമ്പുള്ളവരെ വരെ എല്ലാ കാര്യങ്ങളും നടക്കും. അദ്ദേഹത്തിന് ഊഴം വരുമ്പോൾ ഡോറങ്ങടെ അറിയും. ഇതായിരുന്നു സ്ഥിതി. പക്ഷെ അദ്ദേഹം നിരാശപ്പെട്ടില്ല, അദ്ദേഹം ദൈവത്തെ ദുഷിക്കാൻ നിന്നില്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ച് ആപത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. എൻ്റെ പേര് അമൽ. ഞാൻ റീസെൻ്റ്ലി BBM ഡിഗ്രിയിൽ ഗ്രാജുവേറ്റ് ചെയ്തതാണ്. ഞാൻ അപ്ലൈ ചെയ്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത എല്ലായിടത്തും ലാസ്റ്റ് 2 ആൾക്കാരാകുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും റിജക്റ്റായി. ഇതൊരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യം എന്നോടായി. 10 പ്രാവശ്യത്തിലധികമായി അപ്ലൈ ചെയ്യും, പക്ഷേ റിജക്റ്റ് ആയി പോകും. ലാസ്റ്റ് 2 ആൾക്കാരാകുമ്പോൾ എല്ലാ പ്രാവശ്യവും. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് മാസം സെയിൻറ്റ് ആന്റണീസ് ചർച്ച് അഭിഷേകാഗ്നി കൺവെൻഷൻ ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഈ കൺവെൻഷനെ പറ്റി അറിഞ്ഞ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു ദൈവം ഒരു ജോലി ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ ഈ കൺവെൻഷനിൽ സാക്ഷി പറഞ്ഞു. കൊടാത്തി എന്ന് പറഞ്ഞ 2 മാസം മുമ്പ് അവിടെ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ഈ കുട്ടി അവിടേക്ക് വന്നു. മിടുക്കനായ കുട്ടിയാട്ടോ. ഇവിടെ എത്രയോ കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടി അവിടേക്ക് വന്നു, അതിൽ പങ്കെടുത്തപ്പോൾ ഇവിടെ ഈ ക്രൈസ്റ്റ് ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുന്നതായിട്ട് അന്ന് അവിടെ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഹൃദയം കൊണ്ടൊരു പ്രാർത്ഥന, യേശുവേ 10 തവണ ഞാനിങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്യും, ലാസ്റ്റ് റൗണ്ട് വരെ എന്നെ റിജക്റ്റ് ചെയ്യും, ലാസ്റ്റ് 2-ൽ ഒന്ന് എന്നെ റിജക്റ്റ് ആവും. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ 2-3 മാസമേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ, എനിക്ക് നല്ല സെലക്ഷൻ കിട്ടിയാൽ ഞാൻ ഈ ക്രൈസ്റ്റ് ഗ്രൗണ്ടിലെ അഭിഷേകത്തിനെ സാക്ഷ്യപ്പെടുത്താമെന്ന് ഹൃദയം കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഈ കൺവെൻഷന് ഒരു ദിവസം മുമ്പേ 20-ാം തീയതി എനിക്കൊരു ജോലി ലഭിച്ചു. 21-ാം തീയതി കൺവെൻഷൻ തുടങ്ങും, 20-ാം തീയതി ഒരു ജോലി ലഭിച്ച് എനിക്ക് മൺഡേ ജോയിനിങ് ഡേറ്റും കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എക്സാക്ട് ജോബ് പ്രൊഫൈലും എനിക്ക് ലഭിച്ചു. എന്താ ഗംഭീര സാധനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ, പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്, അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന്
നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ആ വചനം നേരിട്ട് പറയാം. പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ പഠിപ്പിൽ കേമനാണ്, ആരോഗ്യത്തിൽ മിടുക്കനാണ്, നീ പാരമ്പര്യമായി മികവുള്ളവനാണ്, എല്ലാ ശേഷിയും നിനക്കുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതല്ല ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം നീ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ദൈവത്തോട് ചേർന്നിരുന്ന് അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനാണോ? നിന്റെ ബുദ്ധിമുട്ടുകളിൽ നീ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് ചെയ്യും, എല്ലാം പരാജയപ്പെടും. വിചാരിക്കുന്ന പോലെ നടക്കുകയല്ല. ഇച്ഛാഭംഗവും എപ്പോഴും മനപ്രയാസവും നിരാശയും കടുത്ത മാനസിക സമ്മർദ്ദവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ മുമ്പിൽ ദൈവത്തോട് ചേർന്നിരുന്ന്, തായ്തടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന് നീ ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നുണ്ടോ? ഇതാണ് ജീവിത വിജയത്തിൻ്റെ മർമ്മം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം അത് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് സങ്കീർത്തനം 33:18. ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. വചനേറ്റ് പറയാം. ഇതാ തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ വലയുന്നൊരു അന്തരീക്ഷമാണ്. ഇതാ ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ 54:3 പറയാണ്, നീ അതിരുകൾ ഭേദിച്ച് ഇരുവശത്തേക്കും വ്യാപിക്കും. നിന്നെ വളർത്തുന്നതിൽ സന്തോഷമുള്ളവനാണ് ബൈബിളിലെ ദൈവം. നീ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്. നീ ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിച്ചു പിടിച്ചൊരു വ്യക്തിയാണോ? നീ ഒരുപക്ഷെ മദ്യപാനത്തിലും മയക്കുമരുന്ന് അടിപ്പെട്ട് നീ പ്രാർത്ഥന ഉപേക്ഷിച്ചൊരു വ്യക്തിയാണോ? മകനെ, ഇന്ന് നിന്റെ ദൈവം നിന്നെ ഒരിക്കൽ കൂടെ വിളിക്കുകയാണ്. ഇനി നിനക്ക് ഇതുപോലൊരു അവസരം കിട്ടുമോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് തുറന്നു പിടിക്കുക, കണ്ണുകളൊന്ന് അടയ്ക്കുക. ടീമിനോട് ചേർന്ന് ഇപ്പോൾ നീ പ്രാർത്ഥിക്കും. നീ ഒറ്റയ്ക്കല്ല, ഒരു ടീം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഇപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത നീ മനസ്സിലാക്കണം. കണ്ണടച്ച് കരങ്ങൾ തുറന്നു പിടിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ കഴിവുകളെക്കാൾ അവിടുന്നാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. എൻ്റെ കഴിവുകളല്ല, അവിടുന്നാണ് എന്റെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. യേശുവേ, എന്റെ അധ്വാനമല്ല, അവിടുത്തെ അനുഗ്രഹമാണ് എന്നെ ഉന്നതനാക്കുന്നത്. യേശുവേ, എന്റെ ദൈവമേ, നീ എനിക്കെന്നും മതിയായവൻ. യേശുവേ, ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാ മക്കളും ചേർന്ന് യേശുവേ, ദൈവമേ, എന്റെ യേശുവേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് യേശുവേ, ദൈവമേ, എന്റെ യേശുവേ, നീ എന്നും മതിയായവൻ. ജീവിതത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും സമർപ്പിച്ച് യേശുവേ, ദൈവമേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രക്ഷിതാവേ, 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 എന്റെ യേശുവേ, ഞങ്ങൾ അംഗീകരിക്കുന്നു. രാജാവായി, കർത്താവായി, ദൈവമായി ആരാധിക്കുന്നു. യേശു എന്റെ ദൈവം, യേശു എന്റെ രാജാവ്, ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മതിയായവൻ. യേശുവേ, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുലിഖിതം. കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വാഴുന്ന യേശുവിൻ കാരുണ്യം ഏഴയൻ നാവിലും ഉള്ളിലും സാന്ത്വനം എല്ലാം മറന്നും സ്തുതിയിൽ അലിഞ്ഞും നിൽക്കയായി മാനസം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു നിന്റെ ദിവ്യകാരുണ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ യേശുവിന്റെ സന്നിധി ഇറക്കി വെക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതമായൊരു വിടുതൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തി പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടിമത്തങ്ങൾ തകരട്ടെ. ഈ സമയം വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കണം, രോഗികൾ പ്രാർത്ഥിക്കണം, സർവ്വ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവേ, അഴിയട്ടെ. യേശുവേ, മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്തങ്ങൾ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ, കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഇപ്പോൾ വിടുതൽ നൽകണമേ. കുടുംബങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി യേശുവിൻ